എന്റെ ഒരു ഡെലിവറി വ്ളോഗ് ഉണ്ടല്ലോ. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ചൊന്ന് വൈകി. ജൂലൈ 18-നാണ് എന്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്നാലും ജൂലൈ 18 ആയിട്ടും എനിക്ക് പെയിൻ ഒന്നും വരുന്നില്ല. അപ്പൊ ജൂലൈ 19-ന് വന്ന് അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്. വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിലോട്ട് വെറും 2 മിനിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബാഗ് മാത്രമേ ആദ്യം കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുന്നേ എല്ലാവരുടെ അടുത്തും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അമ്മച്ചി കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പ്രാർത്ഥിച്ച് നേരെ ഇറങ്ങാണ്. ഞാനും സേതുവും മാത്രമേ ഇപ്പൊ പോകുന്നുള്ളൂ. എന്നെ അഡ്മിറ്റ് ആക്കിയ ശേഷം എല്ലാവരും അങ്ങോട്ട് വന്നാൽ മതി എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അഡ്മിഷൻ വേഗം എടുത്തെങ്കിലും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴത്തേനും സിസ്റ്റർ വന്നിട്ട് ഞങ്ങളെ റൂമിലോട്ട് മാറ്റി. അപ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വൈറ്റൽസ് ഒക്കെ എടുത്തിട്ട് അവരങ്ങ് പോയി. അപ്പോഴേക്കും എനിക്ക് റൂമിൽ സിസ്റ്റർ കൊണ്ടുവന്നിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മാറി നിൽക്കാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ അതൊക്കെ മാറി ഒരു ചായയൊക്കെ കുടിച്ച് നിന്നപ്പോഴേക്കും വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു NST എടുക്കാൻ വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇന്ന് രാത്രി ഫുള്ള് ഞാൻ ഇവിടെ ആയിരിക്കും. എന്നാലും സാരില്ല, പെയിനൊന്ന് വേഗം വന്നാൽ മതി എന്നും പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും എന്നെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ലേബർ റൂമിൽ കിടക്കുമ്പോഴും എപ്പോഴാണ് റൂമിലോട്ട് പോണേന്നായിരുന്നു എന്റെ മനസ്സിൽ മൊത്തം. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് അപ്പോഴും പെയിൻ വരാനുള്ള മരുന്ന് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഒരുവിധം ടയർഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചു നേരം കിടന്നിട്ട് 10 മണിയാകുമ്പോൾ തിരിച്ച് എനിക്ക് ലേബർ റൂമിൽ കയറണം.